ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു എസ്സേ ആണ്. ദ എസ്സേ ഈസ് റിട്ടൺ ബൈ ആലിസ് വോക്കർ. സേവിങ് ദ ലൈഫ് ദാറ്റ് ഈസ് യുവർ ഓൺ, ദ ഇമ്പോർട്ടൻസ് ഓഫ് മോഡൽസ് ഇൻ ദി ആർട്ടിസ്റ്റ് ലൈഫ്. ഈ ഒരു എസ്സേ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആലിസ് വോക്കറിനെ കുറിച്ച് നോക്കാം. ഷീ ഈസ് ബോൺ ഇൻ ജോർജിയ, USA. ഷി വാസ് എ നോവലിസ്റ്റ്, പോയറ്റ്, essayist and activist. Notable works are The Color Purple, Meridian, and she got Pulitzer Prize in the year 1983. ഇനി നമ്മുടെ എസ്സേയിലേക്ക് പോവാം. സേവിങ് ദ ലൈഫ് ദാറ്റ് ഈസ് യുവർ ഓൺ, ദ ഇമ്പോർട്ടൻസ് ഓഫ് മോഡൽസ് ഇൻ ആർട്ടിസ്റ്റ് ലൈഫ്. ഇതൊരു എസ്സേ ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി കളക്ഷൻ ഇൻ സെർച്ച് ഓഫ് അവർ മദേഴ്സ് ഗാർഡൻ, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1983. ആ ഒരു കളക്ഷനിലെ ഫസ്റ്റ് പാർട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള എസ്സേ. ഈ ഒരു എസ്സേയിലൂടെ ആലിസ് വോക്കർ ആഫ്രോ അമേരിക്കൻ വിമൻസിൻ്റെ ടാലൻറ്റിനെ കുറിച്ചും എഴുത്ത് ലോകത്ത് ഒരു റോൾ മോഡൽ ഉണ്ടാവേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടുമാണ് അവർ പറയുന്നത്. ആലിസ് വോക്കറിൻ്റെ സ്വന്തം എക്സ്പീരിയൻസ്, ലൈഫിലെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു എസ്സേയിലൂടെ കൺവേ ചെയ്യുന്നത്. ഈ ഒരു എസ്സേ തുടങ്ങുമ്പോൾ തന്നെ വിൻസെൻ്റ് വാൻ ഗോത്ത് എന്ന് പറയുന്നൊരു പെയിൻറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ എമിലി ബെർണാഡിന് ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. ആ കോട്ടിലൂടെയാണ് ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് വിൻസെൻ്റ് വാൻ ഗോത്ത് ഒരു മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു, അവിടുത്തെ പ്രിസണിലായിരുന്നു, സഫറിങ് ഫ്രം സം മെൻ്റൽ ട്രോമാസ്. അതിലൂടെ അയാൾ പറയുന്ന ലെറ്ററിലൂടെ പറയുന്നത് അബ്സല്യൂട്ട് സഫറിങ്സ് ഫ്രം ലാക്ക് ഓഫ് റോൾ മോഡൽസ്. അദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു റോൾ മോഡൽ ഇല്ലാത്തതിനാൽ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ നേരിടേണ്ടി വന്ന കുറച്ച് ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ആ ലെറ്ററിലൂടെ എഴുതുന്നത്. അപ്പോൾ അതേ ആ ഒരു മെൻ്റൽ സഫറിങ് അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആലിസ് വോക്കറിനും വേഗം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. ആലിസ് വോക്കറിനും അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. വൈ? ബിക്കോസ് ഷീ ടു സഫർ ഫ്രം എ ലോട്ട്, അല്ലേ? റോൾ മോഡൽ ഇല്ലാത്തതിനാൽ ഒത്തിരി സഫറിങ്സ് ഒക്കെ റൈറ്റിംഗ് എഴുതാൻ തുടങ്ങിയ സമയത്തൊക്കെ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്രോ അമേരിക്കൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി വിമൻസ് ഒന്നും ഈ ഒരു ഫീൽഡിലോട്ട് ആ ഒരു സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ, ആ ഒരു സഫറിങ്സ് ഒക്കെ നേരിട്ടൊരു സ്ത്രീക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ എഴുതാനും പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരെ മാത്രമേ ഒരു റോൾ മോഡലാക്കാനും കഴിയത്തുള്ളൂ. അപ്പോൾ ആലിസ് വോക്കർ ആ ഒരു എഴുതുന്ന ആ ഒരു സമയത്ത് ആ ഒരു വേൾഡിലോട്ട് എൻ്റർ ചെയ്ത സമയത്ത് ഇവൾ വിചാരിച്ചിരുന്നത് വൈറ്റ് മെയിൽസിന് മാത്രമേ ഇങ്ങനെയുള്ള റൈറ്റിംഗ് കരിയറിലൊക്കെ സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റത്തുള്ളൂ. വൈ? ബിക്കോസ് ആ ഒരു ബ്രിട്ടീഷ് ഭരണകാലമാണ്, എപ്പോഴും അവരായിരിക്കും സുപ്പീരിയർ. അപ്പോൾ അവരുടെ റൈറ്റിംഗ് മാത്രമേ വാല്യുബിൾ ഉള്ളൂ, അവർ പറയുന്നതൊക്കെ ആയിരിക്കും സത്യമെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ഗ്രാജുവലി ഷീ ടു റിയലൈസസ് ദാറ്റ് വൈറ്റ് മെയിൽസ് എഴുതുന്നതൊന്നും ബ്ലാക്ക് ഫീമെയിൽസിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അവർ ഇമാജിനറി ആയിട്ടാണ് എഴുതുന്നത്. അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സഫറിങ്സ് ആണ് ഇവിടെ ആഫ്രോ അമേരിക്കൻ അല്ലെങ്കിൽ വൈറ്റ്സ്, ബ്ലാക്ക്സ് നേരിടുന്നതെന്ന് ഇവൾക്ക് മനസ്സിലായി. അപ്പോൾ അവളുടെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സെയിം സിറ്റുവേഷനിലൂടെ വരുന്ന ഒരു റൈറ്ററിനെ മാത്രമേ ഇവൾക്ക് റോൾ മോഡലാക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ആലിസ് വോക്കർ മനസ്സിലാക്കി. ബ്ലാക്ക് ഫീമെയിൽ റൈറ്റർ തന്നെ ആവണം ഒരു റോൾ മോഡൽ. ആർക്ക്? ആലിസ് വോക്കറിന്. So throughout the essay she says about the need of a female role model from her own same community. ആ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരു ഫീമെയിൽ റൈറ്റർ വേണം, അങ്ങനെയുള്ള ഒരാളെ തന്നെ റോൾ മോഡൽ ആക്കണം എന്ന് തന്നെ ഇവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലൈഫ് മൂവ് ഓൺ ആയി ഒരു മിഡ് സ്റ്റേജ് ഒക്കെ എത്തിയപ്പോഴാണ് ഇവൾ കുറച്ച് റോൾ മോഡൽസുകളെ പരിചയപ്പെടുന്നത്. ആ റോൾ മോഡൽസുകൾ ആണ് സോറ നീൽ ഹക്സ്റ്റൺ, ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്, ജീൻ ടൂമർ ഒക്കെ. അപ്പോൾ അവരെയൊക്കെ കുറിച്ചിട്ട് ഒത്തിരി ആ ഒരു എസ്സേയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആലിസ് വോക്കർ എന്ന് പറഞ്ഞൊരു ഫെമിനിസ്റ്റ് റൈറ്ററാണ്, അല്ലേ? അപ്പോൾ ആ ഒരു റൈറ്റിങ്സിൽ ഒത്തിരി ഫെമിനിസ്റ്റ് റൈറ്റേഴ്സും ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ, അവരുടെ ആ ഒരു റൈറ്റിങ്ങിൽ നിന്നൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് ഈ ആലിസ് വോക്കർ എന്ന് പറഞ്ഞത്.
അപ്പോൾ ഇതാണ് ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. അവരുടെ സ്വന്തം എക്സ്പീരിയൻസ്, ആ ഒരു ആഫ്രോ അമേരിക്കൻ വിമൻ്റെ ടാലൻസിനെ കുറിച്ചിട്ടും പിന്നെ ഒരു റോൾ മോഡൽ, ലൈഫിൽ എപ്പോഴും ഒരു റോൾ മോഡൽ വേണം, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടും, അതേ സെയിം ഐഡൻറ്റിറ്റിയിലുള്ള അല്ലെങ്കിൽ അതേ ആ ഒരു കൾച്ചർ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു സഫറിങ്സിലൂടെ വരുന്ന ഒരാളെ തന്നെ റോൾ മോഡൽ ആക്കണം, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടുമാണ് ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. The essay also touches on the theme of identity and search for one's own unique voice. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എസ്സേ. താങ്ക്സ് ഫോർ ഹിയറിംഗ്.